നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗ്ഗം നമ്മൾ പോലും അറിയാതെ എല്ലാ ദിവസവും നമ്മൾ ഓരോരുത്തരും 20,000 തവണ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പല ഡോക്ടർമാരും ഇപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ശ്വസന പ്രക്രിയ നിർദ്ദേശിക്കുന്നത്. നമ്മൾ ശ്വസിക്കുന്ന രീതി നമ്മുടെ ഹൃദയമിടിപ്പിനെയും സ്ട്രെസ്സിനെയും എന്തിനേറെ ദഹനത്തെ പോലും ബാധിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് എക്സ്പേർട്ടുകൾ ഇപ്പോൾ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു ശ്വസന പ്രക്രിയ പ്രോത്സാഹിപ്പിക്കുന്നത്? ബെല്ലി ബ്രീത്തിങ് എന്ന് പറയുന്ന ഈ ടെക്നിക് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു മസിലായ ഡയഫ്രം, അത് നമ്മുടെ ശ്വാസകോശത്തിന്റെ തൊട്ട് താഴെയാണ്. ഈ മസിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രത്യേക ബ്രീത്തിങ് ആണ് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് അഥവാ ബെല്ലി ബ്രീത്തിങ്. ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ? ഭൂരിപക്ഷം ആളുകളും ഈ മസിൽ ശ്വാസത്തിനായിട്ട് ഉപയോഗിക്കാറില്ല. അതിനു പകരം നെഞ്ച് ഉപയോഗിച്ചിട്ടുള്ള ചെറിയ തരത്തിലുള്ള ഷാലോ ബ്രീത്തിങ് ആണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്, പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കുമ്പോൾ. ഇങ്ങനെ ചെസ്റ്റ് ബ്രീത്തിങ്ങിൽ നിന്നും ബെല്ലി ബ്രീത്തിങ്ങിലേക്ക് മാറുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ഡയഫ്രം എന്ന് പറയുന്ന ഈ മസിൽ നമ്മുടെ ശരീരത്തിലെ ശ്വാസത്തെ നിയന്ത്രിക്കുന്ന ഒരു മസിലാണ്. അത് ചുങ്ങുന്ന സമയത്ത് അത് ശ്വാസകോശത്തിന്റെ അടിയിൽ നിന്നും വയറിന്റെ ഭാഗത്തേക്ക് പോകുന്നു. ആ സമയത്ത് ശ്വാസകോശം വികസിക്കുന്നു. ഈ മസിൽ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ശ്വാസകോശം വായുവിനെ പുറത്തേക്ക് വിടുന്നു. ഡയഫ്രമാറ്റിക് ശ്വാസം എടുക്കുന്ന സമയത്ത് ശ്വാസത്തിന്റെ എല്ലാ ജോലിയും ഈ മസിലാണ് നിർവഹിക്കുക. ഇത് വയറുകൊണ്ടുള്ള ശ്വസന പ്രക്രിയയായിട്ട് അനുഭവപ്പെടുന്നു. എന്നാൽ നമ്മൾ കുറെ നേരം ഇരിക്കുന്ന സമയത്ത്, ടെൻഷൻ അടിക്കുമ്പോൾ, പേടി വരുമ്പോൾ, ഈ സമയത്തൊക്കെ നമ്മുടെ ശ്വാസം പ്രധാനമായിട്ടും നെഞ്ചുകൊണ്ടായിരിക്കും. ഒരു ഷാലോ ബ്രീത്തിങ് ആയിരിക്കും. ഇങ്ങനെ ശ്വസനത്തിലുള്ള വ്യത്യാസം നമ്മുടെ ശരീരം ടെൻഷൻ എങ്ങനെ നേരിടുന്നു എന്നതിനെ മാറ്റിമറിക്കുന്നു. നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട്. ശ്വാസം എടുക്കുന്ന പ്രക്രിയ ഈ ഓട്ടോമാറ്റിക് സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ്. ടെൻഷൻ വരുമ്പോഴും സ്ട്രെസ് വരുമ്പോഴും ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം സിമ്പത്തറ്റിക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. എന്നാൽ നമ്മുടെ മൈൻഡൊക്കെ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഇത് പാരാസിമ്പത്തറ്റിക് മോഡിലേക്ക് മാറുകയാണ്. ഇവിടെ നമ്മൾ ശ്വസനത്തിന്റെ പ്രക്രിയ കൊണ്ട് ഈ ഓട്ടോമാറ്റിക് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണ്. പതുക്കെ നമ്മൾ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എടുക്കുമ്പോൾ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് ആക്റ്റീവ് ആവുക. ഇത് ശരീരം മൊത്തം ഒന്ന് റിലാക്സ് ചെയ്യും. അതുവഴി ഹൃദയമിടിപ്പും ബിപിയും കുറയും, മസിലുകളൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവും, ശ്വസന പ്രക്രിയ ഒന്ന് ഡീപ്പാവും, അതുപോലെ വളരെ ശാന്തമാവും. എന്നാൽ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് കൊണ്ടുള്ള മെച്ചം ശ്വസനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അത് ഹൃദയത്തിന്റെയും രക്തധമനികളുടെയും പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു. പഠനങ്ങൾ കാണിക്കുന്നത് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ആണെങ്കിൽ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി നല്ല രീതിയിലേക്ക് മാറുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഏത് ടെൻഷൻ വന്നാലും അതിനെ നേരിടാനുള്ള ഒരു കഴിവ് ഹൃദയത്തിന് കിട്ടുകയാണ്. അതുപോലെ തന്നെ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് ശ്വാസകോശത്തിലേക്ക് കൂടുതൽ അളവിൽ ഓക്സിജൻ കിട്ടുന്നുണ്ട്. അത് കാരണം ശരീരത്തിൽ മൊത്തം ഒരു ഊർജ്ജസ്വലത കൈവരുന്നു, രക്തയോട്ടം കൂടുന്നു. ഇതിനു പുറമെ മറ്റൊരു പ്രധാന മെച്ചം കൂടെ ഇതിൽ നിന്ന് കിട്ടും. അതെന്താണ്? ഡയഫ്രം എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിലെ അവയവങ്ങളുടെ തൊട്ടുമുള്ളാണ്. അതുകൊണ്ട് തന്നെ ഈ ഡയഫ്രം ശ്വസന സമയത്ത് ഇളകുന്നത് കാരണം വയറ്റിനകത്തുള്ള ആമാശയം, ലിവർ, കുടലുകൾ ഇതിനൊക്കെ ഒരു മസാജ് കിട്ടുന്ന പോലെയാണ്. ഇതുവഴി ദഹന പ്രക്രിയ മെച്ചപ്പെടുന്നുണ്ട്, ഈ അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് പല ദഹന സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കും ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് നിർദ്ദേശിക്കപ്പെടുന്നത്. പക്ഷേ ചോദ്യം അതല്ല, എങ്ങനെയാണ് പ്രായോഗികമായിട്ട് നമുക്ക് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ചെയ്യുക എന്നുള്ളത്? അതിനായിട്ടുള്ള സിമ്പിൾ മെത്തേഡ് ഇതാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, നമ്മുടെ ഷോൾഡർ ഒക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക. നമ്മുടെ ഒരു കൈ നെഞ്ചിൽ വെക്കുക, മറ്റൊരു കൈ വയറിൽ വെക്കുക. ഇങ്ങനെ കൈ വെക്കുന്നത് വഴി നമ്മുടെ നെഞ്ചാണോ വയറാണോ ശ്വാസ സമയത്ത് ഇളകുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. രണ്ടാമതായിട്ട് നമ്മുടെ മൂക്കിലൂടെ വളരെ സ്ലോ ആയിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ഈ സമയത്ത് നമ്മുടെ ശ്രദ്ധ നമ്മുടെ വയറ്റിലേക്കായിരിക്കണം. വയർ ശ്വാസം കൊണ്ട് പതുക്കെ പുറത്തേക്ക് തള്ളി വരണം. എന്ന് വെച്ചാൽ നമ്മുടെ വയറിന് മുകളിൽ വെച്ച നമ്മുടെ കൈ നെഞ്ചിൽ വെച്ച കൈയിനേക്കാളും പുറത്തേക്ക് വരണം. മൂന്നാമതായിട്ട് ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. ആ സമയത്ത് നമ്മുടെ വയർ ഉള്ളിലേക്ക് പോകണം, നമ്മുടെ നെഞ്ച് അനങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ശ്വാസ പ്രക്രിയ നിങ്ങൾ ചെയ്ത സമയത്ത് നിങ്ങളുടെ ഡയഫ്രമാണ് ശ്വാസം കൺട്രോൾ ചെയ്തത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് 4 സെക്കൻഡ് ശ്വാസം വലിക്കാം, പുറത്തേക്ക് ഒരു 6 സെക്കൻഡ് കൊണ്ട് ശ്വാസം വിടാം. ഇതൊരു പതുക്കെയുള്ള ശ്വസന പ്രക്രിയയാണ്. ഇതുവഴി ശരീരത്തിന്റെ റിലാക്സേഷൻ മോഡ് നമ്മൾ ആക്റ്റീവ് ആക്കുകയാണ്. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ഈ ഒരു ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് നമ്മൾ പരിശീലിക്കുക. ഇതുവഴി നമ്മുടെ ശരീരത്തെ ഒരു റിലാക്സിംഗ് മോഡിലേക്ക് നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും.